അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. അത്യുന്നതനാം ദൈവമങ്ങേ ശക്തി എന്നിൽ പ്രകടമാക്കൂ. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. വൻ ദുഃഖഭാരവും മുറിവേറ്റ മനസ്സുമായി നിന്ദാസത്തേണിടുന്നു. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഉച്ചത്തിൽ ഞാനിത വിളിച്ചിടുന്നു, കഷ്ടത കരകവിഞ്ഞൊഴുകിടുന്നു. എനിക്കരം നിന്നിലേക്ക് ഉയർത്തിടുന്നു, ദൈവമേ നീ മാത്രമെൻ സഹായം. ഒരു 2 വർഷം മുമ്പ് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇതിൻ്റെ കൺവെൻഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൺവീനറായിരുന്നു നമ്മുടെ സോമി ചേച്ചിയുടെ ഭർത്താവ് ബേബി ചേട്ടൻ. അപ്പോൾ അടുത്ത സംഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഞാൻ ആ സംഭവം പറയുക. നമുക്കറിയാം സോമി ആൻറ്റി ഒരു 3-4 വർഷമായിട്ട് ഇങ്ങനെ ക്യാൻസർ രോഗം പിടിച്ച് കിടക്കായിരുന്നു. ക്യാൻസർ രോഗമായിട്ട് അത് ചിലപ്പം കൂടും, ചിലപ്പം കുറയും, പിന്നെയും കൂടും, പിന്നെയും കുറയും. ഒരു 55 ദിവസങ്ങളായിട്ട് രോഗത്തിൻ്റെ ഏറ്റവും ഗൗരവമായ അവസ്ഥയിൽ കാരിത്താസ് ഹോസ്പിറ്റലായിരുന്നു. ഈ ബേബി സാറ് 55 ദിവസങ്ങളിൽ എത്ര ദിവസം പറയാൻ പറ്റത്തില്ല, എത്ര മണിക്കൂർ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചോദിച്ചാൽ വന്നിട്ടേ ഇല്ല മനുഷ്യൻ. ഈ രോഗബാധിതമായ അങ്ങനെ കേട്ട സമയം മുതൽ മാത്രമല്ല, ഈ അവസാനത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ കാണാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ ഇന്ന് ഞങ്ങൾ ഹാഫ് സെഞ്ചുറി അടിച്ചെന്ന് പറഞ്ഞു. 50 ദിവസം പൂർത്തിയായെന്ന് അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ കരം ചേർത്ത് പിടിച്ച് പറഞ്ഞതാ, ഇന്ന് ഹാഫ് സെഞ്ചുറിയാണ്. അവളുടെ അടുത്തുനിന്ന് പോകത്തില്ല പുള്ളി, അവളുടെ അടുത്തുനിന്ന് പോകത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഡേവിസ് ചെറുമേൽ കിഡ്നി അല്ലെങ്കിൽ ഈ അവയവദാനങ്ങളുടെയൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്, നമുക്കെല്ലാവരും അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. ഒത്തിരി സ്നേഹിച്ചിങ്ങനെ വിവാഹിതരായ 2 പേര്, ഒരു 8-9 വർഷം സ്നേഹിച്ച് ഒരു പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചാണ്. ഇതൊക്കെ പറയുമ്പോഴത്തേനും പിള്ളേരൊന്നും ചിന്തിച്ചേക്കില്ലേ, പ്രേമം കുഴപ്പമൊന്നും അച്ഛൻ പറഞ്ഞുകൊണ്ട് പോയേക്കരുത്. അതിനുവേണ്ടി ഒരു ഉദാഹരണം സൂചിപ്പിക്കുന്നതാണ്. ഒത്തിരി പ്രേമിച്ച് കല്യാണം കഴിച്ചു. അപ്പനും അമ്മയൊക്കെ അല്പം എതിരൊക്കെ ആയിരുന്നു, പക്ഷേ ഇവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചു. ഇവളെയും കൊണ്ട് ഇവന് ദുബായിലേക്ക് പറന്നു. ഒരു 2-3 വർഷമൊക്കെ ഇങ്ങനെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി ജീവിതമൊക്കെ ആയിരുന്നു. അവൻ്റെ ശരീരത്തിലോ കാലിനോ എന്തൊക്കെ വേദനയോ അസ്വസ്ഥതയോ നേരിട്ടപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനെ നിൻ്റെ 2 കിഡ്നിയും പോക്കാണല്ലോ, തീരാൻ പോവാണല്ലോ, 2 കിഡ്നിയും പോക്ക, ഏതെങ്കിലും ഒരു കിഡ്നി ഒരെണ്ണമെങ്കിലും മാറ്റി വെക്കാതെ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കിഡ്നിക്ക് വേണ്ടിയുള്ള അന്വേഷണമായി. അപ്പം പെട്ടെന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ആരായിരിക്കും? 8 വർഷം ഇങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ആ പ്രേമത്തിൻ്റെ ഏറ്റവും പൂർണ്ണം നിൽക്കുന്ന ഒരു വർഷങ്ങളൊക്കെ അവളോട് ചോദിക്കാം. അവളോട് ചോദിച്ചു, ഇങ്ങനെ ഭർത്താവിന് 2 കിഡ്നി ഏതാണ്ട് തകരാറിലായിട്ട് നിൽക്കുക, ഒരെണ്ണമെങ്കിലും മാറ്റി വെക്കണം എന്നാലേ പറ്റത്തുള്ളൂ, നിൻ്റെ കിഡ്നി ഞാനും. അവളാകമാനൊന്ന് വേർക്കാൻ തുടങ്ങി, അവളെ ആകെ അങ്ങനെ വേർക്കാൻ തുടങ്ങി. നമ്മളൊക്കെ പറയും സ്നേഹമാണ്. ചോദിക്കുക, ഭാര്യയുടെ സ്നേഹം ഉണ്ട് ചേട്ടാ? എൻ്റെ അച്ഛാ എന്നാ ചോദ്യം പറയുന്നത്? സ്നേഹമാണേ. എന്നാൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ധ്യാനം കൂടി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതിയല്ല ഞാൻ പറഞ്ഞിട്ട്, ഒരു ഉദാഹരണമാണ്. എന്തോ ശരീരത്തിലൊരു അസ്വസ്ഥത തോന്നി. ഈ കാരിത്താസിലോ SHലോ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കിഡ്നി പോക്കാണല്ലോ ചേട്ടാ. അപ്പോൾ അടുത്ത ആരെങ്കിലും കിഡ്നി ചോദിക്കുക, അപ്പോൾ ഭാര്യയോട് വന്ന് ചോദിക്കേ, ഇത്ര സ്നേഹമെന്നൊക്കെ ഭാര്യ എപ്പോഴും പറയുന്നതല്ലേ. എൻ്റെ ഓപ്പോസിറ്റീവാണ്, നിൻ്റെയോ ആ ചേരുന്ന ഗ്രൂപ്പ് തന്നെയാണ്, എന്നാൽ പിന്നെ അങ്ങോട്ട് കിഡ്നി തന്നേക്കാമോ? അപ്പോഴറിയാം യഥാർത്ഥത്തിൽ ഭാര്യയുടെ സ്നേഹം എന്താണ്. ചേച്ചി കിഡ്നി എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ചേട്ടനോട് ചെന്ന് ചോദിക്കേ,
കിഡ്നി പോയി ചേട്ടാ, ചേട്ടൻ്റെ ഒരു കിഡ്നി തരാമോ ഭാഗത്ത്? ഈ പെങ്കൊച്ചിനോട് ഇവൻ ചോദിച്ചു, എടി നിന്റെ കിഡ്നി? അവൾ എന്നൊക്കെ പറഞ്ഞു. ഈ തൊലിപ്പുറത്തുള്ള സ്നേഹമുള്ളൂ, മജ്ജയിലേക്ക് ചെല്ലണം. പറ്റുമോ? പറയാൻ എളുപ്പമാണ്, സ്നേഹിക്കുന്നേ 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 സ്നേഹിക്കുന്നേ. മക്കളോട് എൻ്റെ ഒപ്പനും അമ്മേനും വലിയ സ്നേഹം, പരിപാടി ചോദിച്ച ഭർത്താവിന് പൊരിഞ്ഞ സ്നേഹ. അപ്പൊ ഈ രാത്രി പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ കൺവെൻഷന്റെ ഒടുവിൽ നിൽക്കുമ്പോൾ ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ ചിന്തിക്കണം, സ്നേഹമുണ്ടോ? വെറുതെ അല്ല, ഇതാ ഈ സ്നേഹത്തെ വെച്ചുകൊണ്ട് ചിന്തിക്കണം. ഈശോ എന്നാന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ. അതാണ് സ്നേഹത്തിന്റെ ഏക മാനദണ്ഡം, വേറെ ഒന്നുമല്ല. യോഹന്നാൻ സുവിശേഷം 13 ഈശോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്നേഹം എങ്ങനെയായിരുന്നു? അപ്പം എടുത്തിട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക. പാനപാത്രം എടുത്തുയർത്തിയിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി കുടിക്കുക. എന്ന് വെച്ചാൽ എന്നാ അർത്ഥം? ശരീരവും രക്തവും നമുക്ക് നൽകിയെന്ന് പറഞ്ഞാ ജീവനെ നൽകി, മുഴുവൻ നൽകി, ഇനിയൊന്നും തരാനില്ല. അവസാനം ഇങ്ങനെ കുരിശിൽ ജീവൻ നമുക്ക് വേണ്ടി നൽകുക. നോക്കിയപ്പോ അമ്മ നിൽക്കുന്നു, അതെന്റെ സ്വന്തമാണല്ലോ. അപ്പൊ യോഹന്നാനോട് പറഞ്ഞു, നിന്റെ അമ്മയാണ് നീ, എനിക്ക് തരാനുള്ള ഏറ്റവും ഒടുവിലത്ത് ഉള്ളത് എന്റെ അമ്മയാണ്, അമ്മയെ പിടിച്ചോ. ഇതാണ് സ്നേഹം. പറ്റുമോ ഇതുപോലെ സ്നേഹിക്കാൻ? ഞാൻ ആ ബേബിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതുപോലെ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. വർഷങ്ങൾക്ക് മുമ്പ് അൾത്താരെ സാക്ഷി നിർത്തി മരണം വരെ നോക്കിക്കൊള്ളാമെന്ന് വെറുതെ പറയുക മാത്രമല്ല, മരണം വരെ നോക്കിയ മനുഷ്യൻ. ഇവിടെ ധ്യാനം കൂടുന്ന ഒരാള്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ സോമി ടീച്ചർ മരിച്ചു എന്ന് കേട്ട് ഞങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞു അവിടെ ചെന്നു. അപ്പോൾ ഇവിടെ ധ്യാനം കൂടിയ ഒരു ചേട്ടന് ധ്യാനം കഴിഞ്ഞ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ ബേബി ചേട്ടൻ എത്ര കാലമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ ചെവി പറഞ്ഞു, എൻ്റെ അച്ഛൻ വേറൊരു കുടുംബത്തെ എനിക്കറിയാം, 6 വർഷമായിട്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്, അവൾക്ക് ചലനം പോലും നഷ്ടപ്പെട്ട് കിടക്കുക. അടുത്ത് നിന്ന് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കറിയാം അച്ഛാ. കണ്ടോ, അങ്ങനെയും ജീവിക്കുന്ന ആളുകളില്ലേ ഈ ഭൂമിയിൽ. ഇതാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാതെ വെറുതെ വേദപുസ്തകത്തിൽ കരങ്ങൾ വെച്ച് ഇന്നു മുതൽ മരണം വരെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് രോഗവും ദാരിദ്ര്യവും ആദ്യ സൗന്ദര്യവും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോ വലിച്ചെറിയുന്ന പോലെയോ ഉപേക്ഷിക്കുന്ന പോലെയോ തള്ളിക്കളയുന്ന സ്നേഹമല്ല ഇത്. അത് സ്നേഹമേ അല്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? ഇതാണ് ചോദ്യം. അതാണ് ഒരു കുടുംബത്തിൻ്റെ സ്നേഹം. ഈ സ്നേഹം ഇങ്ങനെ കുടുംബാന്തരീക്ഷത്തിലുണ്ടെങ്കിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ടെ, ഒരിക്കലും നമ്മുടെ മക്കളൊന്നും വഴിതെറ്റി പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. ആണ് ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതെന്നറിയാമോ, അവൻ ഈ മംഗലാപുരത്തെങ്ങാണ്ടാണ് ഇത് ജോലി ചെയ്യുന്ന ഒരു പയ്യൻ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഉഴപ്പുണ്ട്, കുറച്ച് പേരൊക്കെ ഇങ്ങനെ കഞ്ചാവിനൊക്കെ അടിമത്തത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ്? എനിക്കിതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എന്നാ പ്രശ്നം? അതെ, വീട്ടിലിരുന്ന് എന്നെ ഓർത്തിങ്ങനെ കരയുന്ന ഒരു അമ്മയുടെ മുഖമാണ് അച്ഛാ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ എങ്ങനെ തെറ്റിപ്പോച്ചു? കണ്ടോ, വീട്ടിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ മുഖമാണ് ഒരു തെറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കൊച്ചൻ്റെ കണ്ണി തെളിയുന്നത്. അവന് പിന്നെ തെറ്റിപ്പോകാൻ പറ്റുന്നില്ല. ആ സ്നേഹം അവനിങ്ങനെ ചേർത്ത് പിടിക്കുക ആണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. നിങ്ങൾ ചെല്ലുമ്പോൾ ആ പ്രോവിഡൻസ് ഹോമിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം
എന്നെ നിർബന്ധിക്കുന്നെന്ന്. തെറ്റിപ്പോകാൻ പറ്റാത്ത വിധം എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ആ സ്നേഹം. ആ സ്നേഹമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഹല്ലേലൂയ. സ്വരമൃതി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ചെറിയ ഒരു വീഡിയോ ആരോ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളിങ്ങനെ അയച്ചു തന്നാണ്. ഞാനത് ഇങ്ങനെ ഫോണിൽ കണ്ടു. നിങ്ങൾ ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്ന മക്കളും അത് കണ്ടിട്ടുണ്ടാവും. ഒരു വയോധികനായൊരു പിതാവ്, അദ്ദേഹം ഇങ്ങനെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ, പ്രായമാകുമ്പോൾ അങ്ങനെയാണ്, അപ്പനും അമ്മയ്ക്കും വേറെ ചെയ്യാനൊന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ, ഇങ്ങനെ ദൂരേക്ക് നോക്കി നിൽക്കുക. കാരണം മക്കളില്ല വീട്ടിൽ, കൊച്ചുമക്കളില്ല വീട്ടിൽ, ആരുമില്ല വീട്ടിൽ. ഇന്ന് പ്രായമായ അപ്പൻ്റെ അമ്മയുടെ ഒരു സങ്കടമാണ്, വീട്ടിൽ ആരും ഇല്ല എന്നുള്ളതാണ്. കൊച്ചുമക്കളെ ലാളിക്കാനില്ല, അവർക്ക് വിദേശത്താണ്, അവരൊന്ന് പള്ളി കൊണ്ടുപോകാനില്ല, ഒന്ന് ഇവരുമായിട്ടൊന്ന് കളിക്കാനായിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ആലോചിക്കുന്നു ഒരു പകൽ വീട് തുടങ്ങുക. പകൽ വീട് അതിൻ്റെ ഒരു ആരംഭ പരിപാടികളൊക്കെ ആയിക്കഴിഞ്ഞു. അതിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കാരണവന്മാരുണ്ടല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് വെറുതെ ഇരിക്കുന്ന കാരണവന്മാർ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടിയൊന്നുമില്ല, മക്കളും കൊച്ചുമക്കളൊന്നും ഇല്ല, വല്യപ്പനും വല്യമ്മയും ഒക്കെ ഉള്ളൂ. ഇവരെന്തോരം നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരെ വിളിച്ചുകൊണ്ട് വന്ന് പകൽ മുഴുവൻ ഇവർ ഞങ്ങളുടെ സംരക്ഷണത്തിൽ, ഞങ്ങൾ ക്യാരംസൊക്കെ ഞൊട്ടാൻ കൊടുക്കും, ചീട്ടൊക്കെ കളിക്കും, റമ്മിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കും, പേപ്പർ വായിക്കും, ടോംസിൻ്റെ ബോബനും മോളിയൊക്കെ വായിച്ച് കേൾപ്പിക്കും, പിന്നെ TV ഒക്കെ ഇട്ട് കൊടുക്കും വല്യപ്പന്മാരെയും വല്യമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവരെ സുരക്ഷിത അപ്പം മക്കളൊക്കെ വരും, അടുത്തുള്ള മക്കളൊക്കെ. പകൽ വീട് നോക്കിക്കേ, ആരുമില്ലേ. അപ്പം ഇങ്ങനെ ഒരു പിതാവ് വിദൂരത്തേക്ക് നോക്കി നിൽക്കുക. മകൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവൻ ലാപ്ടോപ്പിൽ എന്തോ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പിള്ളേരുടെ പരിപാടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ദൂരേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മോനെ അതെന്താണ്? വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? അപ്പം ഇവന് അത് അത്ര പിടിച്ചില്ല. കാരണം ഇവൻ എന്തോ കാര്യമായി ഇവൻ ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ പയ്യെ കൈ അങ്ങ് തട്ടി മാറ്റി. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ അപ്പൻ ചോദിച്ചു, മോനെ അതെന്താണ്? മൈ സൺ, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണ്? അപ്പോൾ അവൻ ദൂരേക്ക് നോക്കി, അവൻ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കൈ തട്ടി ദൂരേക്ക് നോക്കി. അപ്പോൾ ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഒരു ചെറിയ കിളി, ഇങ്ങനെ ഒരു കിളി ഇരിക്കും. അപ്പൊ ഇവൻ പറഞ്ഞു കിളിയാന്ന് പറഞ്ഞു. ഇവൻ എന്നിട്ട് ഗെയിം കളി തുടർന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ വീണ്ടും ഈ മകനെ തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു. അങ്ങനെ പ്രായമൊക്കെ ആകുമ്പോൾ ഓർമ്മയൊക്കെ കുറയും, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഓർമ്മ വാങ്ങിപ്പോ. അതെന്താണ്? വാട്ട് ഈസ് ദാറ്റ്? മൈ സൺ എന്ന് ചോദിച്ചു. ഇവൻ എന്നായെന്നറിയാമോ? കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് നിലത്തിട്ടങ്ങ് ഉടച്ച്. നമ്മുടെ പിള്ളേരൊക്കെ ശ്രദ്ധിച്ച് ഭയങ്കര ദേഷ്യക്കാരാ പിള്ളേരൊക്കെ. എന്തിനാ ഈ ചെറുമക്കൾ ഇത്രയും, യുവാക്കന്മാർ യുവതികൾ കുറച്ച് പേരെങ്കിലും എത്തിച്ചേർന്നിട്ടുള്ളൂ, എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? ഈ പാത്രമൊക്കെ നിലത്തിട്ട് ഉടയ്ക്കുന്നു, റിമോട്ട് കൺട്രോളൊക്കെ വലിച്ചെറിയുന്നു, വീട്ടിലെ TV തല്ലി പൊട്ടിക്കുന്നു. അല്ലാതെ വയലന്റ് നേച്ചറാണ് ഇന്നത്തെ യുവാക്കൾ. എന്ത് പറ്റിയെന്ന് അവർ തന്നെ ഒന്ന് ആലോചിക്കണം. ഇവരിങ്ങനെ ലാപ്ടോപ്പ് നിലത്തിട്ട് ഉടച്ചിട്ട് അപ്പൻ്റെ ഈ തോളി പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, അത് കിളിയാന്ന് പറഞ്ഞില്ലേ? വല്ലാതെ ഇവനങ്ങ് പൊട്ടിത്തെറിക്കി. അപ്പന് സങ്കടമായി. അപ്പൻ മുറിക്കുള്ളിലേക്ക് വേഗം കയറിപ്പോയി. എന്നിട്ട് പഴയ ഒരു ഡയറി എടുത്തുകൊണ്ട് വന്നു. മോനോട് പറഞ്ഞു, മൈ സൺ റീഡ് ഇറ്റ്, വായിക്കാൻ പറയും. അപ്പം ഒരു 18-19 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ഡയറി കുറിപ്പാണ് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അപ്പം പറഞ്ഞു, ഇന്ന് വായിക്കടാന്ന്. മകൻ അല്പം നിരസ്യത്തോടെ ഇത് വായന തുടങ്ങി. ആ പിതാവ് എഴുതി വെച്ചതാണ് 19-18 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എൻ്റെ മകൻ കുഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ മോനെയും എടുത്തുകൊണ്ട് ഞാൻ വീടിൻ്റെ മുമ്പിലുള്ള ഉദ്യാനത്തിലൂടെ നടക്കാനായിട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, ഡാഡി വാട്ട് ഈസ് ദാറ്റ്? അതെന്താ? അപ്പോൾ ഞാൻ നോക്കി, മരത്തിൻ്റെ ചില്ലയിൽ ഒരു മഞ്ഞ കിളി ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, മോനെ കിളിയാടാ. വീണ്ടും ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഇങ്ങനെ യാത്രയിലാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ മകൻ വീണ്ടും എന്നോട് ചോദിച്ചു, മൈ ഡാഡ് വാട്ട് ഈസ് ദാറ്റ്? ഞാൻ നോക്കി, അവൻ പറയുന്നത് പഴയ കിളിയെ പറ്റിയാണ്.
ഞാൻ പറഞ്ഞു, മോനെ ഇത് കിളിയാടാ. എനിക്ക് സന്തോഷമായി. ഈ പിള്ളേർ എന്തോരം ചോദ്യങ്ങളല്ലേ, നമ്മളിങ്ങനെ യാത്രയിലൊക്കെ പോകുമ്പോൾ പിള്ളേർ എന്തോരം ചോദ്യങ്ങളാണ് ചോദിക്കും. അപ്പം അതന്നെ അമ്മ ഇതന്നെ, അപ്പ ഇതന്നെ. ഈ അപ്പനും അമ്മയൊക്കെ എന്തോരം കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. അവസാനം ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ പറയും ഉണ്ടായിടാ ചെയ്. നാട്ടുകാരെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേന് അപ്പന് വലിയ സങ്കടം ഉണ്ടായിരിക്കും. കൊച്ചിനെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പിതാവ് ആ ദിവസത്തിൻ്റെ ഒടുവിൽ ഡയറി എഴുതി അവസാനിപ്പിക്കുകയാണ്. ഇന്നെൻ്റെ മോൻ എന്നോട് 28 പ്രാവശ്യം ചോദിച്ചു, അതെന്താണ്, അതെന്താണ്, അതെന്താണ്. ഓരോ പ്രാവശ്യവും ഞാൻ അവന് കൂടുതൽ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്തു, മോനെ അതൊരു കിളിയാണ്, അതൊരു കിളിയാണ്, അതൊരു കിളിയാണ്. ഈ മാൻ്റെ കണ്ണിങ് നിറഞ്ഞൊഴുക. അവൻ ആ ഡയറി മാറ്റി വെച്ചിട്ട് ഈ പപ്പായ ചെന്ന് കെട്ടിയൊരു പിടുത്തം തുരുതുര ചുംബിച്ചു എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് അങ്ങ് അവസാനിക്കുകയാണ്. സ്നേഹം നമ്മൾ വീണ്ടെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ, നിങ്ങൾ ഈ സ്നേഹം മറന്നു പോകരുത്. ഈ അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ഓർക്കുമ്പോൾ അവർ നമുക്ക് നൽകിയ കരുതൽ ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് അവരെ മറന്ന് ജീവിക്കാനാവും? യോഹന്നാൻ സുവിശേഷം അതിലെ 2-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു വചനഭാഗമാണ്. ഒരു വീട്ടിൽ, ഒരു ഭവനത്തിൽ വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് തീർന്നുപോയി. നമുക്കറിയാം, യേശുവും മാതാവും ആ വീട്ടിൽ ഉണ്ടായിരുന്നു, ശിഷ്യരും ഉണ്ടായിരുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി നൽകി. അതല്ല ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഈ കലവറക്കാരൻ അവൻ ഇതെല്ലാം കണ്ട് അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു. കേട്ടോണം, അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിക്കണം, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ച് വെച്ചുവല്ലോ. ഈ രാത്രിയിൽ ഈ ഒരു വചനഭാഗം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. വീഞ്ഞ് ഒരു ലഹരിയാണ്, സ്നേഹത്തിൻ്റെ ലഹരിയാണ്, പ്രണയത്തിൻ്റെ ലഹരിയാണ്. ഇത് നിങ്ങളുടെ വീട്ടിൽ തീർന്നു പോയോ? ഭർത്താക്കന്മാർ ചിന്തിക്കണം, ആ ലഹരി നിങ്ങളിൽ തീർന്നോ? ഭാര്യമാർ ചിന്തിക്കണം, ആ ലഹരി നിങ്ങളിൽ തീർന്നു പോയോ? ഇവിടെ ധ്യാനം കൂടുന്ന കുഞ്ഞുമക്കൾ ചിന്തിക്കണം, ആ ലഹരി, ആ സ്നേഹം എന്നിൽ തീർന്നു പോയോ? അത് വീണ്ടെടുക്കാൻ ദൈവം തരുന്ന അവസരമാണ്. ഈ പഴയ വീഞ്ഞ് ജീവിതത്തിൻ്റെ അവസാനം വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയാൽ നമ്മൾ നേടി. അതുകൊണ്ടല്ലേ ചില പേപ്പറിലൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ വായിച്ചു കേൾക്കാറില്ലേ, ഭർത്താവ് ഹൃദയാഘാതം വന്നു മരിച്ചു. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയും കുഴഞ്ഞു വീണ് മരിച്ചു. മരണത്തിൽ വരെ അവർ ഒന്നിച്ച, വേർപെട്ടൊരു ജീവിതമില്ല. കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചു കേട്ടതാണ്, ഒരു ധ്യാനഗുരു ഒരു ധ്യാന സമയത്ത് ഭാര്യമാരോട് ചോദിച്ച ഒരു ചോദ്യം. അത് ഞാനും നിങ്ങളോടും ചോദിക്കുകയാണ്, ഇവിടെയുള്ള എല്ലാ ഭാര്യമാരോടും. ഭർത്താക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അറിയാവുന്ന ഭാര്യമാർ ഒന്ന് കൈവക്കാമോ? ഭർത്താക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം അറിയാവുന്ന ഭാര്യമാർ? ഇത്രയും ഭാര്യമാർ കൈവക്കി, പുറത്തുള്ളവരും കൈവക്കിയിട്ടുണ്ട്. ഞാൻ ആ ചോദ്യം ചേട്ടന്മാരോട് ചോദിക്കുകയാണ്, ഭാര്യമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതെന്നറിയാവുന്ന ഭർത്താക്കന്മാരൊന്ന് കൈവക്കാമോ? ഒരു ചേട്ടൻ, ജോണിയേട്ടൻ കഷ്ടിച്ചൊന്ന് നോക്കിയിട്ടുണ്ട്. ഒരു ചേട്ടൻ. ഇനി കുറച്ചുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരം ഞാൻ അങ്ങോട്ട് പറയാം. ഇവരെന്നാ പറയുന്ന അറിയാമോ? അച്ഛാ അവർക്ക് എല്ലാം ഇഷ്ടമാ. എല്ലാം ഇഷ്ടമൊക്കെ അല്ല ചേട്ടാ, എല്ലാം ഇഷ്ടമല്ല. നോക്കിക്കേ, ഒരു ഭാര്യ, ഇവിടെ ബഹുഭൂരിപക്ഷം ഭാര്യമാരും കൈവക്കുന്നതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം പോലും കൃത്യമായിട്ട് അറിയാവുന്നത്
അവക്കാണ്. അവൾ വളരെ കൃത്യമാണ് ആ കാര്യത്തിൽ. ചേട്ടൻ അത്ര കാര്യമായിട്ട് ഈ ചേച്ചി കരുതുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ വിവാഹമോചനമൊക്കെ തേടി ഈ ദമ്പതികളിങ്ങനെ ദമ്പതി ധ്യാനമൊക്കെ കൂടി വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവർക്ക് പിരിയാൻ പറ്റും? ഈ ഒരു 10, 15, 20, 30 വർഷമൊക്കെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ പങ്കുവെച്ച് ജീവിച്ച നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പിണങ്ങാൻ പറ്റും? അല്ലെങ്കിൽ അത് എങ്ങനെ ദീർഘിച്ചു പോകാൻ പറ്റും? അത്ഭുതപ്പെടാറുണ്ട്. ഇത്രയേറെ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച നിങ്ങൾക്ക് എങ്ങനെ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ മറന്നു പോയതുകൊണ്ടാണ്. ചേച്ചി അത്ര കൃത്യമാണ് ചേട്ടൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടൊരു വായനയുടെ ഫലമാണ്, ചേച്ചിമാർ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അധിക കാലം ചേട്ടന്മാർ ജീവിക്കത്തില്ലെന്ന്. ഭാര്യമാർ മരിച്ചു പോയാൽ ഭർത്താക്കന്മാർ അധിക കാലം ജീവിക്കത്തില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, കുടുംബങ്ങളെ ശ്രദ്ധിച്ചോ. എന്നാൽ തിരിച്ചാണ് സംഭവം. ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ടു പോയാലും ഭാര്യമാർ ജീവിക്കും. 1, 2 ഒന്നുമല്ല, അനേക വർഷങ്ങൾ. അതൊരു മനഃശാസ്ത്രമാണ്. ഭർത്താക്കന്മാർക്ക്, പുരുഷന്മാർക്ക് പ്രായം ചെല്ലും തോറും, ശരീരത്തിൻ്റെ ആരോഗ്യം കുറയും തോറും മനസ്സിൻ്റെയും കട്ടി കുറഞ്ഞു. ഈ കൊമ്പം വീശ വിരിച്ചുള്ള ആദ്യകാലത്ത് നടപ്പൊക്കെ ഉള്ളൂ. പ്രായം ചെല്ലും തോറും ശരീരവും മനസ്സും ദൗർബല്യപ്പെടും, ദുർബലപ്പെടും. നിങ്ങൾക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് എന്ത് വേണം? ഈ കൊച്ചു ജീവിതമല്ലേ, കുറച്ചു കാലം ഉള്ളെന്ന് ഈ വാഴ്വിലെ നമ്മുടെ ജീവിതം. ഏറിയാൽ എത്ര വർഷം നിങ്ങളൊന്ന് ജീവിക്കുന്നു? അതുകൊണ്ട് ആ കൊച്ചു നാളുകൾ ചേട്ടാ ചേച്ചി ഒന്ന് സന്തോഷത്തോടെ ജീവിച്ച്, ആ മക്കളോടൊത്ത് സ്നേഹം കൊടുത്തൊന്ന് ജീവിച്ച്, അവർക്ക് സ്നേഹം കിട്ടട്ടെ. എന്നും തല്ലും ബഹളം ഒച്ചപ്പാടും ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഞാൻ ചേച്ചിമാരോട് ചോദിച്ചോട്ടെ, ഈ അറ്റാക്ക് വരുന്ന ആർക്കാ? പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണ് കൂടുതൽ അറ്റാക്ക് വരുന്നത്? അച്ഛന്മാർക്ക് ഈ സംഭവമേ ഇല്ല, പേടിക്കണ്ട. ആർക്ക് അറ്റാക്ക് വരുന്നത് കൂടുതൽ? പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ? പുരുഷന്മാർക്കാണ്. ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? ആ ബൈപ്പാസ്, ഭർത്താവ് ബൈപ്പാസ് ചെയ്തിരിക്കുകയല്ലേ, കാര്യം തന്നെ. നിങ്ങൾ പറയാറുണ്ടല്ലോ, ഈ മനുഷ്യന് ഒരു കാര്യം പോലും വീട്ടിൽ വന്ന് പറയത്തില്ല. അതെങ്ങനെ നിന്നോട് പറയും? ഒരു സീരിയൽ കണ്ടാൽ പോലും വാവിട്ട് നിലവിളിക്കുക. പിന്നെ നിന്നോട് എങ്ങനെ കടമെടുത്ത കാര്യവും ലോൺ എടുത്ത കാര്യവും ബ്ലേഡിനും പലിശയ്ക്കും കാശെടുത്ത കാര്യമൊക്കെ പറയാൻ പറ്റുമോ നിന്നോട്? ഒന്നും ആ മനുഷ്യൻ പറയത്തില്ല. എല്ലാം ഉള്ളി വെച്ചോണ്ടിരിക്കും. അവസാനം 3 പേരും ഞെട്ടി ഉണർന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവരൊരിക്കലും ധ്യാനിക്കുമ്പോൾ ഉറങ്ങത്തില്ല. അവർ പറയാതെ എല്ലാം ഉള്ളി സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. ശരിക്കും നിങ്ങൾ സ്നേഹിച്ചവരാണ്, ശരിക്കും സ്നേഹിച്ചവരാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ആ സ്നേഹം നിങ്ങളൊന്ന് വീണ്ടെടുത്താൽ മതി ഈ രാത്രിയിൽ. അതുകൊണ്ടാണ് ആ പഴയ വീഞ്ഞ് ഇതുവരെയും ഈ സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈ കുടുംബദിനത്തിൽ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.